നമ്മുടെ കൊച്ചിൻ D7 കമ്പനിയുടെ പ്രോഗ്രാം തുടങ്ങിയ നിമിഷം മുതൽ ഈ വേദിക്ക് പുറകിൽ വന്ന് ഏറ്റവും കൂടുതൽ ചേട്ടന്മാർ ചോദിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ പാട്ട് നിങ്ങൾ എപ്പോഴാ പാടുക എന്നാണ്. തീർച്ചയായിട്ടും മണിച്ചേട്ടന്റെ പാട്ടിലേക്കാണ് D7 കമ്പനി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രൊജക്ടറിൽ നിന്നും ആവിർഭവിക്കുന്ന പ്രകാശ കിരണങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന നിഴലുകൾക്ക് മുമ്പിലാണ് തങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം പോലും മറന്ന് ജനഹൃദയങ്ങൾ വിതുമ്പിക്കരഞ്ഞ് ഇടയ്ക്കൊന്ന് പൊട്ടിച്ചിരിച്ച് പ്രൊജക്ടർ പോലും വെറുത്തു പോകുന്ന ഉജ്ജ്വലമായ വില്ലൻ കഥാപാത്രങ്ങളും കാരിരുമ്പിന്റെ കരുത്തുള്ള കഥാപാത്രങ്ങളും മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകളും എല്ലാം നമുക്ക് സമ്മാനിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ് പ്രകൃതിയുടെ ഏതോ അദൃശ്യ ലോകത്തേക്ക് കടന്നുപോയ കലാഭവൻ മണി എന്ന ഇതിഹാസ തുല്യനായ ആ വലിയ കലാകാരൻ. കലാഭവൻ മണി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ, മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ അത് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ നഷ്ടമായിട്ടല്ല നമ്മൾ കാണുന്നത്. അത് സാധാരണക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും വലിയ നഷ്ടങ്ങളുടെ ശേഖരത്തിലൊന്നുകൂടിയാണ്. മണിച്ചേട്ടൻ പാടിയ ഒരു പാട്ടിന്റെ ഒരു വരി മൂളാതെ മലയാളികളുടെ ഒരു ദിനം പോലും കടന്നു പോകുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്, അല്ലെ? ഒരിക്കൽ കൂടി ഒരു കയ്യടി നൽകണം. നിങ്ങൾ നൽകുന്ന ഈ കയ്യടി അദ്ദേഹത്തിന്റെ